ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. മമ്മൂക്ക നായകനായിട്ടെത്തിയ വല്യേട്ടൻ 29 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 4K അറ്റ്മോസിൽ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരു പക്ഷേ ചിലപ്പം മമ്മൂട്ടിയുടെ ആരാധകർ, അതായത് ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ ആരാധകർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിനിമ ആയിരിക്കും വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പൊ ഇതിന്റെ തന്നെ 2 ട്രെയിലറാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂക്കായി കൂടാതെ സിദ്ദീഖ്, സുധീഷ്, മനോജ് കെ ജയൻ, കലാഭവൻ മണി, ശോഭന, അങ്ങനെ വലിയൊരു താരനിര എത്തിയ ഒരു സിനിമ, ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിന്റെ ഇപ്പൊ ഒരു ട്രെയിലർ 4K അറ്റ്മോസിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് ട്രെയിലർ ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. നമുക്ക് എന്തായാലും ആ ട്രെയിലർ ഒന്ന് കാണണം. ട്രെയിലർ കാണുന്നതോടൊപ്പം തന്നെ അറക്കൽ മാധവനുണ്ണി എന്ന മമ്മൂക്കയുടെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം, അത് ഒരു പക്ഷെ ചിലപ്പോൾ തിയേറ്ററിൽ ഒരു യുവ എന്താ പറയുക മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ തന്നെയുള്ള മാസ് ഡയലോഗും മാസ് രംഗങ്ങളൊക്കെ കൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് ഒരു പുത്തൻ ഒരു അനുഭവം തന്നെയായിരിക്കും വല്യേട്ടൻ. ഈ വരുന്ന 29-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായാലും നമുക്ക് വല്യേട്ടന്റെ ഒരു സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയിട്ട് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആ ട്രെയിലർ കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആരാണത്? ഞങ്ങള് കുറെ ദൂരേന്ന് വരിക. അറക്കൽ മാധവനുണ്ണി എന്ന് പറഞ്ഞ അറിയാവോ? എങ്ങോട്ടാ? ആരെ കാണാനാ? ഇവിടുത്തെ SI അംഗത്തിന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. എന്തേ കൊല്ലശ്ശിയായി തമ്മിൽ നമ്മൾ കണ്ടിട്ട് 23 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക. തെക്കിൻകരയിലെ കളപ്പുരയിൽ ഒരുത്തിയെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവനുണ്ണിയുടെ? ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കൽ മാധവനുണ്ണി. പോയിക്കോളണം, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. അപ്പൊ താനീ നാട്ടിലൊരു മാടമ്പിയ പോലീസുകാരെ തല്ലാൻ മാത്രം ഗഡ്സുള്ളൊരു തമ്പുരാൻ ലൈനാ? എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറുണ്ട്. അതാ ശീലം. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ഭാവം അതിന് മടിക്കൂടാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ നീ പോമോനെ ദിനേശ, ഇത് സ്ഥലം മഹാലമ്പ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ ഇട്ടിക്കണ്ടപ്പ. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അത് മറക്കരുത്, മറന്നു പോകരുത്. നീ ഇപ്പോ എന്റെ പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുമ്പിൽ വാ. ബാക്കി അഭ്യാസം കാണാൻ 29-ാം തീയതി തിയേറ്ററിലേക്ക് അങ്ങ് അടിച്ചു കയറി പോരാ. 4K അറ്റ്മോസിൽ കിഡിലനായിട്ട് അതിന്റെ ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി തന്നെയാണ് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കലാഭവൻ മണിയുടെ പപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കലാഭവൻ മണി ആ ഒരു സമയത്ത് കാഴ്ചവെച്ചത്. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ NF വർഗീസിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവും എല്ലാവരും ഒന്നിനൊന്നിന് മികച്ച കാസ്റ്റിംഗ് തന്നെയായിരുന്നു. ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള അക്കാലത്ത് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയിട്ടുള്ള വല്യേട്ടൻ എന്ന സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു പുത്തൻ അനുഭവം അല്ലെങ്കിൽ ഒരു പ്രചോദനം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും മമ്മൂക്കാട് ഇത്രയും തീപ്പൊരി ഡയലോഗുള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു രൗദ്രം എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇപ്പം ഡയലോഗ് പ്രാധാന്യമുള്ള സിനിമകളൊന്നും മലയാളത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും വല്യേട്ടൻ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. തിയേറ്ററിൽ കാണാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട് തിയേറ്ററിൽ. ആവനാഴി, അതോടൊപ്പം തന്നെ മമ്മൂക്കാട് വടക്കൻ വീരകഥ, ലാലേട്ടന്റെ ഇപ്പൊ സ്പടികം സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു, ദേവദൂതൻ റിലീസ് ചെയ്തു. അപ്പം റിലീസ് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പം. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. മമ്മൂക്കാട് വല്യേട്ടൻ എന്ന സിനിമ ഒരിക്കൽ കൂടി തിയേറ്ററിൽ കണ്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ, നിങ്ങളുടെ സ്വന്തം.